വി.ഡി. സതീശന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പുതിയ തലവേദന വരുന്നു. ചെറുതല്ല, വലുത് തന്നെയാണ്. ഹൈക്കമാൻഡാണ് പുതിയ നീക്കവുമായി രംഗത്തെത്തിയത്. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി ഉണ്ടായ അടി നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിൽ നിന്നുള്ള MLA-മാരിൽ മഹാഭൂരിപക്ഷവും കെ.സി. വേണുഗോപാലിനെയാണ് പിന്തുണച്ചത്. എന്നാൽ ജനങ്ങളെ തെരുവിലിറക്കി മുസ്ലിം ലീഗിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിപ്പിച്ച് നേടിയെടുത്തതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പദവി വി.ഡി. സതീശൻ. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന് വലിയ അതൃപ്തിയുണ്ട്. ഹൈക്കമാൻഡിന് കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ വി.ഡി. സതീശൻ അത് തടഞ്ഞു. അതുകൊണ്ട് വി.ഡി. സതീശൻ 5 വർഷം പൂർത്തിയാക്കുമോ എന്ന ചോദ്യമൊക്കെ അന്ന് തന്നെ ഉയർന്നിരുന്നു. സാധ്യതയില്ല എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിൽ നടക്കുന്ന പുതിയ നീക്കങ്ങൾ നമ്മോട് പറയുന്നത്. കെ.സി. വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരും എന്നല്ല, പക്ഷേ മറ്റൊരു നീക്കമാണ് നടക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കർണാടക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ് നീക്കങ്ങൾ. കർണാടകത്തിൽ മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടിയുള്ള അടി ഡി.കെ. ശിവകുമാറും സിദ്ധാരാമയ്യയും തമ്മിൽ ആരംഭിച്ചിട്ടുണ്ട്. ദില്ലിയിൽ ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2.5 വർഷം കഴിയുമ്പോൾ ഡി.കെ. ശിവകുമാറിന് മന്ത്രിസ്ഥാനം നൽകാം എന്നായിരുന്നു ഉറപ്പ്. അങ്ങനെയൊരു ഉറപ്പ് തനിക്ക് തന്നിരുന്നുവെന്നും അത് പാലിക്കണമെന്നുമാണ് ഡി.കെ. ശിവകുമാർ ആവശ്യപ്പെടുന്നത്. സിദ്ധാരാമയ്യ പറയുന്നത് ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ല, ഞാൻ വേണമെങ്കിൽ മാറാം, ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ഞാൻ മാറാൻ റെഡിയാണ്. പക്ഷേ എൻ്റെ മകനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം, മകൻ യതീന്ദ്രയെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം, എനിക്ക് പകരം മുഖ്യമന്ത്രിയാകേണ്ടത് മല്ലികാർജുന ഖാർഗെയാണ് എന്നാണ്. മല്ലികാർജുന ഖാർഗെയ്ക്കും താല്പര്യമുണ്ട്. കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാം എന്ന ചിന്ത മല്ലികാർജുന ഖാർഗെയ്ക്കുമുണ്ട്. തർക്കം രൂക്ഷമാകുമ്പോൾ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മല്ലികാർജുന ഖാർഗെ മുഖ്യമന്ത്രിയായി കർണാടകയിലേക്ക് വരും. പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി എന്ന നിലയിൽ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്യും. അങ്ങനെ ഡി.കെ. ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായി തുടരും. അതാണ് സിദ്ധാരാമയ്യയുടെ നീക്കം. അത് വിജയിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഹൈക്കമാൻഡിനും മല്ലികാർജുന ഖാർഗെ മുഖ്യമന്ത്രിയാകുന്നതിനോട് യോജിപ്പാണ്. പകരം ആരായിരിക്കും AICC പ്രസിഡന്റ്? അതാണ് കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാകുന്നത്. കെ.സി. വേണുഗോപാൽ AICCയുടെ പ്രസിഡന്റാകും, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനാകും. കേരളത്തിൽ നിന്ന് അടുത്ത കാലത്ത് ആരും കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിട്ടില്ല. അത് കേരളത്തെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടമായിരിക്കും, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച്. പക്ഷേ അത് വി.ഡി. സതീശന് വലിയ തലവേദനയായി മാറുകയും ചെയ്യും. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമുള്ള ആളാണ് കെ.സി. വേണുഗോപാൽ. കെ.സി. വേണുഗോപാൽ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. AICC പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെ കർണാടക മുഖ്യമന്ത്രി ആകുന്നത് പോലെ AICC പ്രസിഡന്റായ കെ.സി. വേണുഗോപാൽ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ വി.ഡി. സതീശൻ 5 വർഷം തികയ്ക്കുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് വലിയ തലവേദന വരാൻ പോകുന്നു വി.ഡി. സതീശന് എന്ന്. എല്ലാ കാലവും ജനങ്ങളെ തെരുവിലിറക്കി മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാൻ വി.ഡി. സതീശന് കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, കർണാടകയിലെ നേതൃമാറ്റം കേരള രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങളുണ്ടാക്കും. കർണാടകയിലെ നേതൃമാറ്റത്തിൽ മല്ലികാർജുന ഖാർഗെ കർണാടക മുഖ്യമന്ത്രിയായി വന്നില്ല എങ്കിലും ദേശീയ തലത്തിൽ കോൺഗ്രസിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകും. ആ അഴിച്ചുപണിയിൽ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നിന്ന് കെ.സി. വേണുഗോപാൽ മാറും. 7 വർഷമായി അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയാണ്. 7 വർഷത്തിൽ കൂടുതൽ ഒരാൾ ഒരേ സ്ഥാനത്ത് തുടരരുത് എന്ന് AICCയുടെ പ്രമേയമുണ്ട്. അതുകൊണ്ട് തന്നെ മാറേണ്ടി വരും കെ.സി. വേണുഗോപാലിന്. അങ്ങനെ മാറിയാൽ പകരം ആരാകും സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന കാര്യത്തിലും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അത് പിന്നീട് പ്രഖ്യാപിക്കും. അതേസമയം കെ.സി. വേണുഗോപാലിന് എന്ത് സ്ഥാനം നൽകും? ഒന്നുകിൽ AICC പ്രസിഡന്റ്, അല്ലെങ്കിൽ AICCയുടെ വർക്കിംഗ് പ്രസിഡന്റ്. ആ നിലയിലേക്ക് കെ.സി. വേണുഗോപാൽ ഉയർന്നു വരും. എന്തുതന്നെയായാലും ഇപ്പോഴുള്ള സ്ഥാനത്തെക്കാളും ഉയർന്ന പദവി കേന്ദ്രത്തിൽ സംഘടനയിൽ കെ.സി. വേണുഗോപാലിന് ലഭിക്കും. അത് എല്ലാ കാലത്തും വി.ഡി. സതീശന് ഒരു തലവേദനയായി മാറും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളത്തിലെ MLA-മാരിൽ മഹാഭൂരിപക്ഷവും കെ.സി. വേണുഗോപാലിനെ പിന്തുണക്കുന്നു എന്നത് തന്നെ വി.ഡി. സതീശനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോഴിതാ കെ.സി. വേണുഗോപാൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് കൂടി വരുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റങ്ങളെല്ലാം അവസാനം ചെന്ന് പതിക്കുക വി.ഡി. സതീശനിലായിരിക്കും.